എല്ലാവർക്കും ദിജുസ് വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഗുണ്ടൽപേട്ടിലേക്കാണ്. ഗുണ്ടൽപേട്ടിൻ്റെ അതിമനോഹരമായ കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് വഴി ചുരം കയറി വയനാട് വന്നു. വയനാട് നിന്ന് നേരെ ബത്തേരി, മുത്തങ്ങ, അതുവഴി ഗുണ്ടൽപേട്ടാണ് നമ്മൾ ഇന്നത്തെ റൈഡ് പോകുന്നത്. അപ്പോൾ അതുവഴി കാണാൻ പോകുന്ന എല്ലാ കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഇപ്പോൾ എത്തിയിരിക്കുന്നത് സുൽത്താൻ ബത്തേരിയാണ്. വയനാട് കഴിഞ്ഞ് നമ്മൾ സുൽത്താൻ ബത്തേരി എത്തി. ഇനി നമ്മൾ ഫോറസ്റ്റിലേക്കാണ് എൻ്റർ ചെയ്യാൻ പോകുന്നത്. ഫോറസ്റ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ട്. ഒന്നാമതായിട്ടുള്ള നമ്മളെ സ്പീഡ്, നമ്മൾ കുറഞ്ഞ സ്പീഡിൽ മാത്രമേ ഫോറസ്റ്റിലൂടെ പോകാൻ. ഇപ്പം മലബാർ ഏരിയയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഏറ്റവും ലവബിളായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് വയനാട് ലൊക്കേഷൻ. നമ്മൾ ഈ റൂട്ട് നമുക്കൊരു ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി റൂട്ടാണ് വയനാട് ബത്തേരി മുത്തങ്ങ ഫോറസ്റ്റ് റൂട്ട്. നമുക്ക് നല്ല മൃഗങ്ങളും നല്ല അതിമനോഹരമായ പച്ചപ്പൊക്കെ കണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു റൂട്ടാണ്. അധികം തിരക്കുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു റൂട്ടാണ്. നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ റോഡ് കണ്ടില്ലേ, വളരെ തിരക്ക് കുറഞ്ഞിട്ട് നമുക്ക് മാത്രം പോകാൻ പറ്റുന്ന അതിമനോഹരമായ ഒരു റൂട്ടാണ്. അതുപോലെ മൃഗങ്ങളുമായിട്ടുള്ള അധികം ഫുഡ് കൊടുക്കാനോ അല്ലെങ്കിൽ അവരെ ഫോട്ടോകൾ ചെറുതായിട്ടൊക്കെ എടുക്കാമെങ്കിലും കൂടുതലായിട്ട് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പാടില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അതിൻ്റെയുള്ള വാർണിംഗ് ബോർഡുകളും കാര്യങ്ങളെല്ലാം നമുക്ക് പോകുന്ന വഴിയിൽ കാണാൻ പറ്റും. ചില ഏരിയകളിൽ നമുക്ക് കാണാൻ പറ്റും ഈ ആനയൊക്കെ പാസ് ചെയ്യുന്ന, അതായത് എലിഫൻറ്റ് പാസ് ചെയ്യുന്ന ഏരിയകളൊക്കെ കറക്റ്റായിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ യാത്ര ചെയ്യാൻ. നമ്മൾ പോകുമ്പോൾ പല മൃഗങ്ങളും ചിലപ്പോൾ റോഡ് പാസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വളരെ ശ്രദ്ധയോടെ നമ്മൾ ഫോറസ്റ്റിലൂടെ പോകണമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഫോറസ്റ്റിലൂടെ പോവുകയാണെങ്കിലും അത് നമ്മൾ വളരെ അധികം റോഡിൻ്റെ രണ്ട് ഭാഗങ്ങളും ശ്രദ്ധിച്ച് വേണം നമ്മൾ റോഡിലൂടെ പോകാൻ. ഫോറസ്റ്റിലൂടെ പോകുമ്പോൾ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ പ്ലാസ്റ്റിക്കോ വേസ്റ്റുകളോ നമ്മൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഇടാതെ നോക്കുക. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അധികവും നമ്മൾ വേസ്റ്റുകൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഇടാതിരിക്കാൻ നോക്കുക. അതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ മൃഗങ്ങൾ കഴിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുവഴി അവർ മരണപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ മാക്സിമം നമ്മൾ ഫുഡിൻ്റെ വേസ്റ്റോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റുകളോ നമ്മൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഇടാതിരിക്കാൻ ശ്രമിക്കുക. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെയാണ്. പോകുന്ന വഴിയിൽ ഓരോ കിലോമീറ്ററിലും നമുക്ക് ഇതേപോലെയുള്ള വരമ്പുകൾ കാണാൻ പറ്റും. ഇത് സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പല രീതിയിലുള്ള മൃഗങ്ങളും, കടുവ വരെ ഉള്ള ഫോറസ്റ്റാണ്. നമുക്ക് പല നല്ല നല്ല മൃഗങ്ങളും വന്യജീവികളും കാണാൻ പറ്റും. മുത്തങ്ങ ഫോറസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഗുണ്ടൽപേട്ട് ഹൈവേയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഹൈവേയിലെ രണ്ട് ഭാഗങ്ങളിലും നിറച്ചും കൃഷികൾ കാണാൻ പറ്റും. പല രീതിയിലുള്ള കൃഷികൾ കാണാൻ പറ്റും. അതുപോലെ നമുക്ക് സൂര്യകാന്തിത്തോട്ടം കാണാൻ പറ്റും. പല രീതിയിലുള്ള പൂക്കൾ, കൃഷികൾ എല്ലാം കാണാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ളൊരു റൂട്ടാണ് ഗുണ്ടൽപേട്ട് റൂട്ട്. ഇനി ഇവിടുന്ന് ഗുണ്ടൽപേട്ടിലേക്ക് ആകെ 12 കിലോമീറ്ററും കൂടെ ഉള്ളൂ. അവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗുണ്ടൽപേട്ട എത്താൻ സാധിക്കും. നമ്മളെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നല്ല അതിമനോഹരമായ
സൂര്യകാന്തി തോട്ടങ്ങളും എല്ലാം കാണാൻ പറ്റുന്ന ഉണ്ടോ. അത് രണ്ട് സൈഡിൽ നമുക്ക് സൂര്യകാന്തി തോട്ടങ്ങൾ കാണാൻ സാധിക്കും. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ള ആൽമരങ്ങളും അതിന് ചേർന്നിട്ടുള്ള കൃഷിത്തോട്ടങ്ങളും. ഇവിടെ കൂടുതലായിട്ടും കണ്ടുവരുന്നത് ചോളം കൃഷികൾ, പിന്നെ അതുപോലെ വാഴ കൃഷികൾ, അങ്ങനെ കുറേ അധികം പല രീതിയിലുള്ള മഞ്ഞൾ, ചോളമാണ് കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ സൂര്യകാന്തി തോട്ടങ്ങൾ എല്ലാം കാണുന്നുണ്ട്. ഇനി നമുക്ക് ഗുണ്ടൽപേട്ടിലേക്ക് വളരെ കുറഞ്ഞ ദൂരം കൂടെ ഉള്ളൂ. 3 കിലോമീറ്ററാണ് കാണിക്കുന്നത്. NH 776 നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗുണ്ടൽപേട്ടിലേക്ക് 3 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുണ്ടൽപേട്ട് എത്തും. ടൗണിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത്. നമ്മൾ പോകുന്ന വഴിയിൽ കാണുന്ന കുറച്ച് ഫോട്ടോസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നല്ല ആംബിയൻസ് ഉള്ള, നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ ബാക്ക്ഗ്രൗണ്ടുള്ള നല്ല അതിമനോഹരമായ സ്ഥലങ്ങളാണ്. നമ്മൾ ഗുണ്ടൽപേട്ട് കഴിഞ്ഞു. ഗുണ്ടൽപേട്ടിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രാമത്തിലേക്കാണ് എത്താൻ പറ്റുന്നത്. അവിടെയാണ് നമ്മളെ ഫ്രണ്ട് ഉള്ളത്. ഇതാണ് നമ്മളെ ഫ്രണ്ട്. അവൻ നമുക്ക് ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരികയാണ്. നമ്മളിപ്പം കാണാൻ പോകുന്നത് ഇവിടെയുള്ള ഒരു റിസർവോയറാണ്. ഡാമാണ്. എന്താ പേര്? കൽക്കട്ടെ. റേഞ്ചാണല്ലോ. ഇത് ഇവിടുത്തെ റിസർവോയറാണ്. കൃഷിയിലേക്കുള്ള വെള്ളങ്ങൾ എല്ലാം സംഭരിക്കുന്ന ഒരു റിസർവോയറാണ്. ഇവിടെ ഡേഞ്ചറായ സ്ഥലമാണ്. ഇവിടെ കുറേ ആളുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നാണ് ഫ്രണ്ട് പറഞ്ഞത്. ഈ റിസർവോയറിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഈ ടൗണിലുള്ള എല്ലാ ഗ്രാമങ്ങളും നമുക്ക് കാണാൻ പറ്റും. കൃഷികളും മലകളും എല്ലാം കാണാൻ പറ്റും. ഞങ്ങളിവിടുന്ന് താഴോട്ട് ഇറങ്ങുകയാണ്. എൻ്റെ വണ്ടീൻ്റെ ചാർജ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ചാർജ് ചെയ്തിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ഇതെൻ്റെ ഫ്രണ്ടാണ്, ഷിദിൻ എന്നാണ് പേര്. ഇവൻ്റെ കൂടെയാണ് ഇന്നത്തെ സ്റ്റേ ഇവിടെ. ഇവനാണ് ഇവിടെ എല്ലാ സ്ഥലങ്ങളും പരിചയപ്പെടുത്തുന്നത്. നമുക്ക് എൻ്റെ എല്ലാ സപ്പോർട്ടും തരുന്നൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്. പക്ക നാട്ടുമ്പോഴല്ലേ, ഒരു
ഒരു 80-ലൊക്കെ ഉള്ള കേരളം. മഞ്ഞളാ നല്ല ആംബിയൻസ് ഉണ്ട് കേട്ടോ. മറ്റേ പഴയ സിനിമയിലൊക്കെ തട്ടിക്കൊണ്ടാണ് മറ്റേ പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറിയിട്ടല്ല ഈ വില്ലുപ്പത്തിന് മുന്നേ ലൊക്കേഷൻ ഇടുകയാണെങ്കിൽ പിന്നെ നമ്മൾ അപ്പുറത്തൂടെ വരാം പിടിച്ചിട്ട്. അല്ല ഞാൻ നോക്കി അപ്പം അത് ആദ്യമായിട്ടപ്പോഴും എനിക്ക് ഇത് കൂടെ തന്നെയാണ് കാണിക്കുന്നത്. ആ റൂട്ട് കുറച്ചുകൂടി ഇത് രണ്ട് സൈഡ് കുറച്ച് കാടൊക്കെ ആണ്, പക്ഷെ ഓടില്ല. ഇവിടേക്ക് വണ്ടി പോണേ സൈറ്റിലേക്കാ വിസിറ്റേഴ്സാണ് അവിടെ ഇതുണ്ട്, റൂമുണ്ട്. സൈറ്റ് കാണാൻ ആ അങ്ങനല്ലേ. ഇതൊക്കെ നിങ്ങൾ ഇത് സൈറ്റാ ഇതൊക്കെ ഇതൊക്കെ നിങ്ങളതാ? ഇതാണ് ഫ്രണ്ടിൻ്റെ സൈറ്റ്. ഡയറി ഫാമാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ ഒരു എൻട്രിയാണ്, ഫാമിലേക്കുള്ള ഒരു എൻട്രിയാണ് ഈ കാണുന്നത്. സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിമനോഹരമായിട്ടുള്ളൊരു ഡയറി ഫാമാണിത്. ഇത് പണിതുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട് ഇവിടെ എൻജിനീയറാണ്, അവൻ്റെ പേര് ഷിദിൻ എന്നാണ്. അവൻ വന്നപ്പം ഇവിടെ തരിശു ഭൂമിയായിരുന്നു. ഇപ്പം ഈ തരിശു ഭൂമി 1.5 വർഷം കൊണ്ട് മാറ്റം വന്ന ഈ ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. 1.5 വർഷം കൊണ്ടുള്ളൊരു മാറ്റമാണ്. നമ്മൾ കണ്ടപ്പം തന്നെ ഞെട്ടിപ്പോയി. അത്രയും അടിപൊളി ഡയറി ഫാമാണ്. ഏക്കർ കണക്കിന് സ്ഥലമല്ലേ വരുന്നുണ്ടോ? ഒരേക്കറിനൊക്കെ എത്ര വേണം? 10 ലക്ഷം. ഇവിടെ പശു വന്നില്ലല്ലേ? വേസ്റ്റ് ടാങ്കാ? ഇവിടെ ഡയറി ഫാം ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ട് നമ്മൾ റൂമിലേക്ക് അതിൻ്റെ അടുത്ത് തന്നെയാണ് റൂം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വന്ന റൂട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഫുള്ള് ഭയങ്കര ഇരുടാണ്. നമ്മളങ്ങനെ എൻ്റെ റൂമിലേക്ക് എത്തി. ഇവിടെ വണ്ടി ആദ്യം വന്നിട്ട് തന്നെ വണ്ടി ചാർജ് ചെയ്തു. ഇവിടെ പവർ കട്ടുണ്ട്. ചില ദിവസം 6 മണിക്ക് ശേഷമാണ്
കറണ്ട് വരുന്നത്. അപ്പം വണ്ടിയൊക്കെ ചാർജ് ചെയ്ത് നമ്മൾ മെല്ലെ ടൗണിലേക്ക് ഇറങ്ങി. ഇതാണ് ഗുണ്ടൽപേട്ട് ടൗണ്. നല്ല തിരക്കുള്ളൊരു ടൗണാണ്. ഇവിടെ ടൗണിലെ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടുന്ന ഒരു ടൗണാണ്. ഇവിടുത്തെ ഒരു മെയിൻ ടൗൺ തന്നെയാണ്. നമുക്ക് ഇവൻ നിൽക്കുന്ന റൂം ടൗണിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ മാറിയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് വാങ്ങാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ ഉണ്ട് അമ്പലങ്ങളുണ്ട്, പള്ളികൾ, ഹോട്ടലുകളുണ്ട്. ഇതൊരു ചെറിയൊരു ചായക്കടയാണ്. ഞങ്ങൾ ചായ കുടിക്കാൻ വന്നതാണ്. വാഴയ്ക്ക് എന്താ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ നമുക്ക് വാങ്ങേണ്ടതിന് അതൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്തു. ഇതാണ് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ്. റിലയൻസിൻ്റെ സൂപ്പർ മാർക്കറ്റാണ്. അതൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തു. നാട്ടിലുള്ള നമ്മൾ ഏകദേശം അതേ റേറ്റ് തന്നെ. പച്ചക്കറികളൊക്കെ കുറച്ച് റേറ്റ് കുറവുണ്ട്. അതുപോലെ പെട്രോളിന് ഇവിടെ നാട്ടിലേക്കാൾ കുറച്ച് വിലക്കുറവാണ്. ഇവിടെ പെട്രോളിന് 102 രൂപ 27 പൈസ റേഞ്ചാണ് വരുന്നത്. 2-3 രൂപേൻ്റെ ഡിഫറൻസേ ഉള്ളൂ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ. ഇതാണ് ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റ്. ഇഡ്ഡലിക്കടകൾ, പല രീതിയിലുള്ള സ്വീറ്റ്സ്, പൊരിച്ച മീൻ, ഇതിൻ്റെയൊക്കെ സ്ട്രീറ്റാണിത്. മെയിൻ ഫുഡ് സ്ട്രീറ്റാണ് ഈ കാണുന്നത്. ഇതാണ് ഗുണ്ടൽപേട്ടിലുള്ള ലോക്കൽ സ്ട്രീറ്റാണ്. സ്വീറ്റ്സുകൾ കിട്ടും, പലഹാരങ്ങൾ, പല രീതിയിലുള്ള പച്ചക്കറികൾ, പിന്നെ പൊരിച്ച ഐറ്റംസുകൾ കിട്ടും. പലഹാരങ്ങൾ, പൊരിച്ച പലഹാരങ്ങൾ, പിന്നെ നമ്മളെ ഇവിടുത്തെ കട്ട്ള മീനുകൾ, ലോക്കൽ മീനുകളുണ്ടല്ലോ, അതൊക്കെ പൊരിച്ചിട്ടൊക്കെ ഇവിടെ കൊടുക്കുന്ന സ്ട്രീറ്റുകളാണ് ഇവിടെ വരുന്നത്. ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടുന്നൊരു മെയിൻ ഒരു ടൗണാണ്, മാർക്കറ്റാണ് ഈ കാണുന്നത്. നമ്മളങ്ങനെ രാവിലെ നീറ്റു, പല്ലൊക്കെ തേച്ച് നിൽക്കുകയാണ്. ഇന്നലെ ഇവിടെ കിടന്ന് നമ്മളെ ലൊക്കേഷൻ നല്ല അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ. ഇതാണ് ഇവിടെ ഫാമാണ് ഇവിടെ വരുന്നത്. ഇത് കോഴി ഫാമാണ്. നല്ല ആംബിയൻസാണ്. നല്ല ഇവിടെ കൃഷികൾ, ഇവിടെ ഫുള്ള് വാഴക്കൃഷി, പപ്പായ, പിന്നെ നമ്മളെ വീട് കേട്ടോ. ഇതാണ് നമ്മളെ വീട്. ഈ സൈഡിൽ മഞ്ഞൾ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്താണ് റോഡ് ഇരിക്കുന്നത്. നമ്മൾ ഇന്നലെ പോയ റിസർവോയിൽ വരുന്ന അവിടെയാണ്. നല്ല ആംബിയൻസ് ആട്ടോ വീട്. നമ്മൾ ഇവിടെ കർണാടക തനി സ്റ്റൈലിലുള്ള വീടാണിത് വരുന്നത്. ഇവിടെ ബാക്കിലൊക്കെ കൃഷി കേട്ടോ. നമ്മൾ ഇന്നലെ വണ്ടി ചാർജ് ചെയ്ത് ഇവിടുന്ന് വണ്ടി ചാർജ് ചെയ്തു പ്ലഗ് പോയിന്റ് എടുത്തിട്ട്. ഇതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ട് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് കയറി കഴിഞ്ഞാൽ ചെറിയൊരു ലിവിങ് സ്പേസാണ്. ടേബിളും വാഷിംഗ് യൂണിറ്റൊക്കെ ഉള്ളൊരു ചെറിയൊരു യൂണിറ്റ്. ഇവിടെ 2 റൂമാണുള്ളത്. ഇതൊരു റൂമാണ്, നമ്മൾ നാടൻ സ്റ്റൈലിലുള്ള ചെറിയൊരു റൂമാണ്. മുകളിൽ ഷീറ്റാണ്, ഫാനൊക്കെ വെച്ചിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് വീട് നിർമ്മിച്ചത്. ഇവിടുന്ന് നമ്മൾ ഇറങ്ങി റൈറ്റിലേക്ക് പോയാൽ ഇത് കാണുന്നതാണ് കിച്ചൺ. ചെറിയൊരു കിച്ചണാട്ടോ, ചെറിയ രീതിയിലൊരു കിച്ചൺ. ഇതൊരു റൂം. ഇത്രയാണ്. നമ്മളങ്ങനെ ഗുണ്ടൽപേട്ട് ഇന്നലെ താമസിച്ചു.
ഇനി നമ്മൾ റിട്ടേൺ നാട്ടിലേ വിടുകയാണ്. അപ്പോൾ നമ്മൾ ഗുണ്ടൽപേട്ട് ഇനി ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഈ സ്ഥലമുള്ളത്. അപ്പോൾ ഇവിടുന്ന് മാറി ഇനി റിട്ടേൺ പോവാണ്. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ഉണ്ട് ഗുണ്ടൽപേട്ടിലേക്ക്. അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം. ഓക്കെ. നമ്മൾ വരുന്ന വഴിക്ക് കണ്ട ഒരു സൂര്യകാന്തി പൂ കേട്ടോ, നല്ല വലിയൊരു സൂര്യകാന്തി പൂ. പിന്നെ അവിടെ ചെട്ടിയുണ്ട്, ചെട്ടിയൊക്കെ ഉണ്ട് നല്ല. നമ്മളിത് അങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ വന്നപ്പോൾ കണ്ടതാ അവിടെ തന്നെ. ഗുണ്ടൽപേട്ടിൽ നിന്ന് നേരെ മുത്തങ്ങ റൂട്ടിലേക്കാണ് പോകുന്നത്. മുത്തങ്ങ റോഡാണത്. ഇവിടുന്ന് നേരെ ഗുണ്ടൽപേട്ട് വഴി നേരെ ബൈപ്പാസ് മുത്തങ്ങ സുൽത്താൻ ബത്തേരി ഈ റൂട്ട് അങ്ങനെ നേരെ പോവുക. അപ്പോൾ നമുക്ക് പോകുന്ന വഴികളിൽ ബാക്കി ഫോറസ്റ്റ് ഏരിയകളൊക്കെ കാണാം. ഓക്കെ.
വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്.